സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു സെഷൻ. ഇവിടെ ഇന്ന് കൃതജ്ഞത ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സാർ പറയാൻ പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് കണ്ടന്റ്മെന്റ്, ദ ഫൗണ്ടേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് കണ്ടന്റ്മെന്റ്. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ആന്റണി സാറേയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ഗുഡ് ഈവനിങ് ടു എവറിബഡി. ഇന്നത്തെ നമ്മളുടെ വിഷയം ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് കണ്ടന്റ്മെന്റ്. മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്ത് നമ്മളുടെ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. നന്ദി എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയസ്പന്ദനം പോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സ്പന്ദനമാണ്. നമ്മളത് ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. പല സംസ്കാരങ്ങളിലും അങ്ങനെയൊന്നുമില്ല. അതിൽ ഒരു സംസ്കാരമാണ് നമ്മളുടേതെന്നാണ് പൊതുവെ മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നതല്ല. അങ്ങനെ എല്ലാവരോടും നന്ദി പറയുക അല്ലെങ്കിൽ നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് അത്ര സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്ലഡിൽ, നമ്മുടെ രക്തത്തിൽ പതിഞ്ഞിട്ടുള്ള ഒന്നല്ലെന്നാണ് പലരുടെയും അഭിപ്രായം. നന്ദി ഒരു വ്യക്തിയുടെ ഉണർവിന്റെ ഒരു നിമിഷമാണെന്ന് നമുക്ക് പറയാം. എന്താണ് ഉണർവ്? നമ്മൾ അവെയ്ക്കൻഡ് ആണെന്നുള്ളത്. അയാളുടെ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്നെല്ലാം മാറി, അല്ലെങ്കിൽ അത് കുറച്ച് ജീവിതത്തോട് കൂടുതൽ ആഭിമുഖ്യം അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഉണർവിന്റെ അവെയ്ക്കൻഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിന്റെ സ്പന്ദനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് നന്ദി എന്ന് പറയുന്നത്. ഒരാളെ സംബന്ധിച്ച് നമ്മളുടെ ജീവശ്വാസം പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. ഇങ്ങനെ നമ്മൾ അവയ്ക്കേണ്ടതാണെങ്കിൽ ആ ഉണർവിന്റെ ഒരു നിമിഷത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം ഒരു ഹൃദയത്തിൽ ഒരു നന്ദിയുടേതായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ജീവിതത്തോടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു ആഭിമുഖ്യം എന്നതിനേക്കാൾ അത് ജീവിതം സൃഷ്ടിക്കുന്ന ഒരു തരംഗ ദൈർഘ്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം തന്നെ സൃഷ്ടിക്കുന്ന ഒരു തരംഗ ദൈർഘ്യമായിട്ടാണ് നമ്മളുടെ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. അത് കാര്യങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് കാണുവാനും ആ ഒരു സ്പന്ദനത്തിലൂടെ നമ്മുടെ ആ കളക്റ്റീവായിട്ടുള്ള നമ്മളുടെ ഈ പ്രപഞ്ചവുമായിട്ടും, ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോഴേക്കും എല്ലാം ഉൾപ്പെടുന്ന ആ പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളോടുമുള്ള നമ്മളുടെ ഒരു ബന്ധമാണ് നമ്മൾ നന്ദിയിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഇതുവഴി നമുക്ക് സമഗ്രത, ഐക്യം, സന്തുലിതാവസ്ഥ എന്നിവയുടെ ഊർജ അടയാളമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തുമാത്രം എൻലൈറ്റൻഡ് ആണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു അടയാളം നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ഒരാൾ എപ്പോഴും എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നന്ദിയോടുകൂടി ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ച ബുദ്ധി ഒഴുകുന്ന ഒരു നദിയായിട്ട് മാറുകയാണ് നമ്മളുടെ ജീവിതം. അത് ഈ ജീവിത പോരാട്ടത്തിൽ നിന്ന്, നമ്മളെപ്പോഴും പറയാറില്ലേ ജീവിതം ഒരു പോരാട്ടമാണെന്ന്. ആ ഒരു പോരാട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇരയുടെ ഒരു ഭാഗത്തേക്ക് മാറി, അല്ലെങ്കിൽ നമ്മൾ ഒരു വിക്ടിം മോഡിൽ നിന്ന് സമുന്നയങ്ങളുടെ മനോഹരമായ ഒരു വികാസമായി നമ്മളുടെ ജീവിതം രൂപാന്തരപ്പെടും. നന്ദി എന്നത് വെറും നമ്മളൊരു വാക്കിൽ നന്ദി, താങ്ക്സ് എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പുനഃക്രമീകരിക്കുന്ന ഒരു അത്യുദാത്തമായ സ്പന്ദനമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജമായിട്ടുള്ള ഒരു ഏകീകൃത മാതൃകയാണ് നന്ദി എന്ന് പറയുന്നത്. അപ്പം ഈ വിഷയം കൂടുതൽ അവഗാഢമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വർഷം മുഴുവൻ, ഇനി 10 ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിലെല്ലാം നന്ദിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ദി എനർജി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓപ്പൺസ് എവരി ഡോർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയാം. അതായത് നമ്മളിൽ ഒരു എനർജി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഊർജം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവസ്പന്ദനം നമ്മളിൽ തുടിക്കുന്നുണ്ടെങ്കിൽ,
ഇറ്റ് ഓപ്പൺസ് എവരി ഡോർ ഓഫ് ദി യൂണിവേഴ്സ്. ആ പ്രപഞ്ചം എന്ന് പറയുന്ന അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും എല്ലാ വാതിലുകളിലേക്കും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുറവിയായിട്ട് നമുക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷമാണ് നന്ദി പ്രകടനം എന്ന് പറയുന്നത്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന നന്മയുടെ വശങ്ങളെക്കുറിച്ച്, നമുക്ക് ലഭിക്കുന്ന നന്മയുടെ വശങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്ന ഒരു നിമിഷമാണ് നന്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരാളോട്, വ്യക്തികളോടാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ, കാരണം നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ പ്രപഞ്ചത്തോടാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോടെന്നതിനേക്കാൾ ഒരു വ്യക്തി നമുക്ക് തരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രകടനമല്ല, അതല്ല. വ്യക്തികളെക്കാൾ കൂടുതൽ നമ്മൾ ആത്യന്തികമായിട്ട് പ്രപഞ്ചത്തോടാണ് നമ്മൾ നന്ദി പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ലഭിക്കുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെ, അതിനെ നമ്മൾ അറിയുന്നു, അതുപോലെ തന്നെ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അതാണ് നമ്മളുടെ ഈ നന്ദി എന്നുള്ളതിനെ കുറിച്ച് നന്ദി എന്ന് പറയാം. അതിന് ചില ലക്ഷണങ്ങളുണ്ട്. എന്താണ് ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെക്കഗ്നീഷൻ ആണ്. ഓക്കെ, എനിക്കൊരാൾ ഒരു നല്ല കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു ചെയ്തു എന്നുള്ളത്, അത് വ്യക്തികളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിനപ്പുറത്ത് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വായു, വെള്ളം, അല്ലെങ്കിൽ അതുപോലെയുള്ളതെല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ ഈ ജീവിതം തന്നെ. അപ്പൊ അതിനെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഉപകാരത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ആ സെൽഫിന് അട്രിബ്യൂഷൻ ബിയോണ്ട് സെൽഫ്, നമ്മൾ എന്തായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെ ആ സെൽഫ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മളുടെ ലോകം വികസിക്കുകയാണ് ചെയ്യുന്നത്. നന്ദിയുള്ളവരാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടുള്ള ആ കടപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ നമ്മൾ എടുക്കുക, ഏകദേശം 50 ട്രില്യൺ സെൽസിന്റെ ഒരു സമൂഹമാണ് ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഈ 50 ട്രില്യൺ സെൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളതിനേക്കാൾ ഈ 50 ട്രില്യൺ സെല്ലുകളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ, കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ 50 ട്രില്യൺ സെൽസിന്റെയോ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന സെൽഫിന് പുറത്തുള്ള ഒരു ലോകത്തിന്റെ, പുറത്തുള്ള ഒരു അംശത്തിന്റെ അത് നമുക്ക് നൽകുന്ന ആ അട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ആണ്. നമുക്ക് ദേഷ്യം, മറ്റതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ നന്ദി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അംശമുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഒരു വാല്യൂവിന്, ഒരു വിലയെ നമ്മൾ അവെയർ ആകുകയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരത്തിന്റെ അതിന്റെ വാല്യൂ നമ്മൾ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമ്മൾ അവെയർ ആകുന്ന ഒന്നാണ് നന്ദി എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രോ സോഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം വ്യക്തികളിലേക്ക് വരാം. വ്യക്തികൾക്ക് നമുക്കൊരു സഹായം കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിനെ വിലമതിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോട് നമ്മൾ നന്ദി പറയുന്നില്ല എങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾക്ക് കിട്ടിയാൽ നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് അന്ന് റെസ്പോണ്ട് ചെയ്യും? ജസ്റ്റ് ഒരു തംസപ്പ് കൊടുക്കുന്നതിനകത്ത് ഞാൻ അത് വലിയ കാര്യമില്ല. സോ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു 1-2 വാചകം, അതാണ് അവരൊരു പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്നെന്ന് കരുതുക. അപ്പൊ അവർ ആ വീഡിയോ ചെയ്യുമ്പോൾ എത്രയും മണിക്കൂറുകളുടെ പ്രയത്നം അവർക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തംസപ്പ് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ അതിനകത്ത് വലിയ വില കൽപ്പിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും 1-2 സെന്റൻസ് നമ്മൾ എഴുതണം, അത് അവർക്ക് സന്തോഷമാകും. അതൊരു പ്രോ സോഷ്യൽ ഓറിയന്റേഷന്റെ, നമുക്ക് മറ്റുള്ളവരോടുള്ള കടപ്പാടിന്റെ, ആഭിമുഖ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അംഗീകാരത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന്റെ ഒക്കെ ഒരു വിലയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമാണത്. പിന്നെ നന്ദി എന്ന് പറയുന്നത് ഒരു പ്രസന്റ് മൊമെന്റ് ആങ്കറിങ് ആണ്. നമ്മൾ ഈ മൊമെന്റിലേക്ക് വന്നിട്ട് നമ്മൾ ആ നിമിഷത്തിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ അടുത്തത് ജീവിതത്തിന്റെ സന്തോഷം, അല്ലെങ്കിൽ ജോയ് എന്ന് പറയുന്നത്
ഈ കണ്ടന്റ്മെന്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു സമന്വയമാണ്, അത് ഒരുമിച്ച് വരുന്നതാണ്. മറ്റുള്ളവരോട് സോറി, ഇവിടെ തണുപ്പ് കാലമാണ്. മറ്റുള്ളവരോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു സംതൃപ്തിയുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അസംതൃപ്തരാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ നന്ദിയുടെ ഒരു വികാരം അല്ലെങ്കിൽ നന്ദിയുടെ ഒരു ചിന്ത നമ്മളിലേക്ക് വരികയില്ല. അപ്പോൾ നമുക്ക് നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് സംതൃപ്തിയും ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് നമ്മൾ വരും. കണ്ടന്റ്മെന്റ് ഈസ് എ സ്റ്റേബിൾ സെൻസ് ഓഫ് ഇനഫ്നെസ്. എനിക്ക് മതി, അതുകൊണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും തീർന്നു എന്നുള്ളതല്ല. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ എന്നാൽ തന്നെയും ഈ നിമിഷത്തിൽ ഞാൻ സഫീഷ്യന്റ് ആണ്, എനിക്കിത് മതി, എനിക്കുള്ള എൻ്റെ വരുമാനം അല്ലെങ്കിൽ എനിക്കുള്ള എൻ്റെ ആരോഗ്യം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്ന എന്തിലും ഞാൻ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെത്തുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ എന്നാൽ തന്നെ ഞാൻ സംതൃപ്തനാണ്. അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ എങ്കിലും ഇപ്പോഴുള്ള വരുമാനത്തിൽ അതുപോലെ ഓരോന്നിലും നമ്മൾ സംതൃപ്തി കണ്ടെത്തുന്നതാണ്. അതൊരു സ്റ്റേബിൾ സെൻസ് ആണ് നമ്മളുടെ സംതൃപ്തി എന്ന് പറയുന്നത്. ദെൻ സംതൃപ്തി എന്നതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങൾ ഒന്ന് അക്സെപ്റ്റൻസ് ആണ്. ഇപ്പോഴുള്ളതിനെ ഈ നിമിഷത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ വേറൊന്നിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല. വേറൊരു നിമിഷത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ എനിക്ക് വേറൊരു അവസ്ഥ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാതെ ഒരു സമാധാനപരമായിട്ട് ഒരു ഈസായിട്ട് നമ്മൾ ഇരിക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത, അത് നമ്മളിൽ ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടന്റ്മെന്റ് ഉള്ള ആളുകളിൽ എപ്പോഴും ഒരു ഇമോഷണൽ ബാലൻസ്, കാംനെസ് അല്ലെങ്കിൽ നമുക്ക് പറയാം റെസീലിയൻസ് കൂടുതലായിട്ട് അവരിൽ കാണാൻ സാധിക്കും. അപ്പൊ റെസീലിയൻസിന്റെ ഒരു ഭാഗമാണ് നമ്മളുടെ കണ്ടന്റ്മെന്റ്, നമ്മുടെ ജീവിതത്തിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത്ര പ്രധാനമുള്ളതാണ്? ഞാൻ പറഞ്ഞു നമ്മുടെ ജീവസ്പന്ദനമാണെന്ന് പറഞ്ഞു. നമ്മൾ ശ്വസിക്കുന്നത് പോലെ അത്ര സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത്, നമ്മൾ കൃതജ്ഞതയുള്ളവരാകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ റീവയർ ചെയ്യാൻ തുടങ്ങും. ഉദാഹരണമായിട്ട് ഡോപ്പമൈൻ, സെറട്ടോണിൻ ഇങ്ങനെയുള്ള നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനം കൂടുന്നു. നമ്മൾ കൂടുതൽ ആ രീതി അത് വരുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ നമ്മളുടെ സെറട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നമ്മളുടെ ബ്രെയിനിൽ വരികയും അതുവഴി നമ്മളുടെ ബ്രെയിൻ കൂടുതലായിട്ട് റീവയർ ചെയ്യാനും തുടങ്ങും. ദെൻ ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് നെഗറ്റിവിറ്റി. നന്ദിയുള്ള ആളുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വികാരത്തോടു കൂടി അങ്ങനെയുള്ള ആ ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ആ സ്ട്രെസ് ലെവലും അതുപോലെ തന്നെ അത് കുറയുകയും നെഗറ്റിവിറ്റി കുറയുന്നു. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അവർക്ക് പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കും. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ഇവിടെ ഉള്ള ഒരു കാരണം ഞാൻ പറയുന്നത്, അതായത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും പ്രത്യേകിച്ച് വെൻട്രൽ അല്ലെങ്കിൽ VTA എന്ന് പറയുന്ന ആ രണ്ട് ഭാഗങ്ങൾ, പക്ഷെ നമ്മുടെ ഹിപ്പോതലാമസ് അതുപോലുള്ള മറ്റു ബ്രെയിനിന്റെ പല പല ഭാഗങ്ങളുടെ ഒരു കോർഡിനേഷനിലാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്. ഈ രണ്ട് ഭാഗങ്ങളല്ല, ഞാൻ പ്രത്യേകം രണ്ട് ഭാഗങ്ങൾ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളുടെ സന്തുലിതമായ ഒരു പ്രവർത്തനത്തെ നമ്മൾ നന്ദിയുള്ളവരാകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത്, ഇറ്റ് ഇൻക്രീസസ് റെസിലിയൻസ്. നമുക്ക് കൂടുതൽ പ്രശാന്തത നമുക്ക് അനുഭവിക്കുന്നതിന് നമുക്ക് സാധിക്കും. ദെൻ റിലേഷൻഷിപ്പ്. അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്തു, പലപ്പോഴും പല ആളുകളും പറയാറില്ലേ, നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യുന്നത് നന്ദിയുടെ ഒരു ഭാഗമാണ്. വിദേശത്തുള്ള മലയാളികൾ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്, മലയാളികൾ പൊതുവേ നന്ദിയുള്ളവരല്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒന്നുകിൽ ഇപ്പൊ കേൾക്കുന്നവർ അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോയിട്ടുള്ളവരൊക്കെ പലരും പറയും, നമ്മൾ നാട്ടിൽ പലരെയും സഹായിക്കും, നമ്മുടെ വളരെ ബന്ധപ്പെട്ടവരെയൊക്കെ നമ്മൾ സഹായിക്കും, പക്ഷെ അവരത് കേട്ടുവെന്നോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ സഹായം കിട്ടിയെന്ന് പോലും കൺഫേം ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കാറില്ല. പലരും ഇവിടുന്ന് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, പലർക്കും വളരെ ബന്ധപ്പെട്ട ആളുകൾക്ക് പണം അയച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും വീണ്ടും അവരതൊന്ന് പറയല്ല. അവർ സാധാരണഗതിയിൽ താങ്ക് യു എന്ന് പറയാറില്ല, അല്ലെങ്കിൽ പണം കിട്ടിയെന്ന് പറയില്ല.
നേരെ മറിച്ച് വീണ്ടും അവർ വീണ്ടും ബന്ധപ്പെടുന്നത് അടുത്ത പണത്തിന്റെ ആവശ്യം വരുമ്പോഴായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള അപ്പൊ അത് ആ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് ഓവർ നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ആ നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഒത്തിരി സഹായിക്കും. ദെൻ അടുത്തത് റെഡ്യൂസസ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി. നന്ദിയുള്ള ആളുകളിൽ കുറവായിട്ടാണ് ഡിപ്രഷനും ആൻസൈറ്റിയുടെയും ലെവല് സാധാരണ പഠനങ്ങളിൽ നിന്ന് കാണുന്നത്. അതുപോലെ അവർക്ക് കൂടുതൽ ഉറക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ദെൻ ഫ്യൂവർ ഡോക്ടർ വിസിറ്റ്സ്. ഇത് ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അവർക്ക് രോഗങ്ങൾ കുറവാണ്, ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആണ്, അവർ കുറച്ച് മാത്രമേ ഡോക്ടർമാരുടെ അടുത്ത് പോകാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരം എക്സ്പ്രസ് ചെയ്യുന്ന ആളുകൾ, വ്യക്തികളോടൊന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ആ ഒരു നന്ദിയുള്ള മനസ്സോടുകൂടി ജീവിക്കുന്നവർ. then എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായിട്ടുള്ളതുണ്ട്. നമ്മൾ വേണ്ടത്ര നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കാണിക്കാതിരിക്കുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എന്ന് നമുക്ക് ആകെ പറയാം. ആ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് വന്നിട്ടുണ്ടാകുകയില്ല. ഒന്നാമത്തെ കാരണം, നമ്മൾ ഈ നന്ദി എന്ന് പറയുന്നത് അതൊരു അവയർനെസിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ എന്തുമാത്രം കോൺഷ്യസ് ആകുന്നു, മൈൻഡ്ഫുൾ റിഫ്ലക്ഷൻ ഉണ്ട്. ഒരാൾ ഒരു ഉപകാരം ചെയ്തു, ഉപകാരത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നുണ്ട്, വ്യക്തിബന്ധങ്ങളിലുള്ള നന്ദി പ്രകടനങ്ങളല്ല നന്ദി എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമാണ്, നമ്മളുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ ആ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒന്നിനെ കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. നമ്മൾ വേണ്ടത്ര, നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും, നമ്മൾ വേണ്ടത്ര മൈൻഡ്ഫുൾ അല്ല. മൈൻഡ്ഫുൾ ആയിട്ട് ഉള്ള ഇതിനെ പോസിറ്റീവായിട്ടുള്ള ആ മൊമെന്റിനെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഇങ്ങനെയുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ആ സമയത്ത് പോലും നമ്മൾ അതിനെ വിലമതിക്കുന്നില്ല, അതിനെ നോട്ടീസ് ചെയ്യാതെ അതിനെ അവഗണിക്കുന്നു. അല്ലെങ്കിൽ കാരണം മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര നമ്മുടെ മനസ്സിലേക്ക് അത് ഉദിച്ചു വരാറില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ്ഫുൾ അറ്റൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന നന്മ അത് ഒരു ശ്വാസോച്ഛ്വാസം വിടുമ്പോഴും, അല്ലെങ്കിൽ ഒരു ശ്വാസം വിട്ടിട്ട് അടുത്ത ശ്വാസം അതൊരു നന്ദിയുടെ ഒരു എന്താണ്. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അറ്റൻഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ വളരെ ബിസിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും നേരമില്ല. പലപ്പോഴും കൂടുതൽ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനും സമയമില്ല. ഒരാളോട് ഒരു നന്ദി ഒരാളോട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ ഒരു ജീവസ്പന്ദനം അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് ഒരു നെഗറ്റിവിറ്റി ബയസ് ഉണ്ട്. കാരണം നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിൻ വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ബ്രെയിനിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെയോ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിൻ മാത്രമല്ല, എല്ലാ ബ്രെയിനുകളുടെയും അത് വികസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും സസ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ ബയസ്ഡ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മൾ കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കും. അപ്പോൾ കൂടുതൽ സമയം നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇന്നത്തെ കാര്യം ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നത് ആ ബ്രെയിനിന്റെ നേച്ചർ കൊണ്ടാണ്. കാരണം അങ്ങനെയാണ് അത് ഈ തലമുറകൾ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് നമ്മളും മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവര് ജീവിച്ചു വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ബ്രെയിനിന്റെ ആ ഒരു ഇത് കൊണ്ട് നമുക്ക് ആ ബയസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണ് നമുക്കുള്ളത് കൊണ്ടോ. അടുത്തത് നമ്മളുടെ ഒരു എൻടൈറ്റിൽമെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. വെൻ ഗുഡ് തിങ്സ് ആർ പെർസീവ്ഡ് ഓവ്ഡ് ഓർ റെസ്പെക്റ്റഡ്. അതായത് മറ്റു പലർക്കും പലതും ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാം. എന്നോട് ചില ആളുകൾ, ഒന്ന് രണ്ട് പേരെങ്കിലും ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്.
എന്നോട് പറയും അവർക്ക് എന്തോ അവകാശമുള്ളതുപോലെയാണ് പലപ്പോഴും അവർ ചെയ്യുന്നത്. അതേസമയം ഒരു അപ്രിസിയേഷനും ഇല്ല. അപ്പൊ അവർ ചില ആളുകൾ, എനിക്ക് യാതൊരു ബന്ധമില്ല, ഇങ്ങനെ ഈ നമ്മളുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർ പറയും സെൻഡ് മീ ദി വീഡിയോ ആഫ്റ്റർ ദി ടോക്ക് എന്ന് പറയും. അപ്പൊ അവർ ഒന്ന് അവരുടെ മര്യാദയില്ലാത്ത എഴുതുകയാണ് ചെയ്യുന്നത്. സെൻഡ് മീ ദി വീഡിയോ, പ്ലീസ് സെൻഡ് മീ, ഓർ കുഡ് യു പ്ലീസ് സെൻഡ് മീ. ഇങ്ങനെയുള്ള നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ പലർക്കും അറിയാതെ. സെൻഡ് മീ ദ വീഡിയോ ആഫ്റ്റർ ദ ടോക്ക്, ഐ വാണ്ട് ടു ലിസൺ. ഇനി നമ്മൾ അയച്ചു കൊടുക്കും, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക്. അയച്ചു കൊടുത്തു കഴിയുമ്പോഴോ അതിനെക്കുറിച്ചൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയാനുള്ള അതുമില്ല. കാരണം ഇതെല്ലാം അവരുടെ അവകാശമാണ്, അതുകൊണ്ട് അവർ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ഒരു മനോഭാവമാണ്. ഇങ്ങനെയുള്ള ഒരു ഇത് കൊണ്ട് നമുക്ക് നന്ദിയെ നമുക്ക് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ശക്തി ക്ഷയിച്ചു പോകാനാണ് നമ്മൾ തന്നെ ചെയ്യുന്നത്. അടുത്തത് ക്രോണിക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. പല കാര്യങ്ങളിൽ ഓടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് തിരക്ക് അതുപോലെ സ്ട്രെസ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴേക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സമയമില്ല. അവരെപ്പോഴും കൺട്രോൾ ആൻഡ് സർവൈവൽ മോഡിലാണ്. എന്ത് ചെയ്യണം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ച്. ഓഫ്കോഴ്സ് എല്ലാവർക്കും അതൊക്കെ ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, അവർക്കൊരു കോഗ്നിറ്റീവ് ഓർ ഇമോഷണൽ സ്പേസ് അവർക്കില്ല. ദാറ്റ് ഈസ് എന്താണ്, അതിനുള്ള അപ്രിസിയേഷന് വേണ്ടിയിട്ടുള്ള ടൈം ഇല്ല, അതിനുള്ള ഒരു സ്പേസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും നല്ല മിക്കപ്പോഴും അവർക്ക് ഈ മറ്റുള്ളവരിൽ വ്യക്തികളിൽ നിന്ന് മാത്രമല്ല അവർക്ക് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നന്മ, ഇത് അവർക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. ദെൻ കമ്പാരിസൺ ആണ്, അപ്വേർഡ് കമ്പാരിസൺ ആണ്. അതായത് നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ശമ്പളം, പെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള നമ്മളെക്കാൾ മേലെ തട്ടിലുള്ള ആളുകളെ കുറിച്ചുള്ള ആ ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ട് നമ്മളുടെ താഴെയുള്ള അല്ലെങ്കിൽ നമുക്കുള്ളതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ ഈ മുകളിലേക്കാണ് പോകുന്നത്, അപ്വേർഡ് ആയിട്ടുള്ള അത് വരുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ കൂടുതലായിട്ട് നമ്മളില് അസംതൃപ്തിയാണ് വളരുന്നത്. സംതൃപ്തിയേക്കാൾ അല്ലെങ്കിൽ സന്തോഷത്തെക്കാൾ അല്ലെങ്കിൽ നന്ദിയേക്കാൾ കൂടുതൽ അസംതൃപ്തി നമ്മളിൽ വളരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മളുടെ ആ കൃതജ്ഞത നമുക്ക് മറ്റുള്ളവരോട് പറയാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്നല്ല, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നതാണ്, പക്ഷേ നമുക്ക് അത് അങ്ങനെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അടുത്തത് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. നമുക്ക് പലതും കിട്ടുന്നു, നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണമായിട്ട് ജോലി സ്ഥലത്ത് ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിളവ് കിട്ടി, പിറ്റേ വർഷം അത് പോയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ അത് എന്താണ് ആ ഹെഡോണിക്, അത് നോർമൽ, അതിനൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഇതുണ്ട്, ഒരു രീതിയിലേക്ക് പോകും. ഒരു കാര്യം ദുഃഖം വരുമ്പോഴും അതെ, കുറച്ച് കഴിയുമ്പോഴേക്കും അത് മറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നന്ദിയുടേതായിട്ടുള്ള ആ വികാരങ്ങളും ഈ ഹെഡോണിക് ആയിട്ടുള്ള ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ, എല്ലാത്തിനോടുമുള്ള ഒരു നിസ്സംഗത പോലെ വരുമ്പോഴേക്കും അവര് ഈ നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യും. മറ്റൊന്ന് റൂമിനേഷൻ ആൻഡ് ഡിപ്രഷൻ ആണ്. നിസാര കാര്യങ്ങൾ വരുമ്പോഴേക്കും അത് ആകെപ്പാടെ പർവ്വതീകരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ക്രോണിക് ആയിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ഇത് വെച്ചുകൊണ്ട് ആ രീതിയിൽ വരുമ്പോഴേക്കും നമ്മളുടെ പാറ്റേൺ ഓഫ് ബിഹേവിയർ, നമ്മൾ സംസാരിക്കുന്നത്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രതികരണങ്ങളെല്ലാം ഇതിൽ പോകുന്നത് കൊണ്ട് നമുക്ക് നന്മയെ കാണാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. മറ്റൊന്ന് പ്രൊട്ടക്റ്റീവ് സ്റ്റാൻസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരാളോട് നന്ദി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആളോട് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നാട്ടിലുള്ള ഒരാളോട്, നാട്ടിൽ തന്നെയുള്ള ഒരാളുടെ ടെലിഫോൺ നമ്പർ ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന ആളുടെ നമ്പർ തരാമോ, എനിക്ക് കോണ്ടാക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എനിക്ക് ആ നമ്പർ, മറ്റേ ആളുടെ നമ്പർ, ഞാൻ ചോദിച്ച ഒരാളുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താങ്ക് യു, ഞാൻ ഇങ്ങനെ തന്നെ എഴുതി, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഇപ്പം ഇവിടെ അൺസേഫ് എന്നുള്ളതിനെ കുറിച്ചല്ല, മാത്രമല്ല നമ്മുടെ മലയാളികൾക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്. അതായത് ഞാൻ ഒരു താങ്ക്സ് പറഞ്ഞാൽ
അപ്പൊ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങോട്ട് എഴുതി, അയ്യോ എനിക്ക് എന്നോട് താങ്ക് യു എന്ന് പറയണ്ടെന്ന്. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് അത് ഒരു ഇൻസൾട്ടായിട്ട് അവർ എടുക്കുന്നില്ല. പക്ഷെ എന്തിനാ, ഞാൻ അത് അർഹിക്കുന്നില്ല, അതൊരു മനോഭാവമാണ്, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ആൾ അങ്ങനെ ഇച്ചിരി പൊങ്ങിപ്പോകും, കാരണം അത്ര പൊങ്ങണ്ട അല്ലെങ്കിൽ അവൾ അത്ര പൊങ്ങണ്ട എന്നുള്ളതിനെ കുറിച്ചും എൻ്റെ ആ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾക്ക് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിക്കാറില്ല. സോ ഇനി നമ്മൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതിന്റെ എന്തല്ല ഗ്രാറ്റിറ്റ്യൂഡ്, ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്, പക്ഷെ ചില കാര്യങ്ങളിൽ 4-5 കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഡിനയൽ. നമുക്കുണ്ടാകുന്ന വേദന, ഇപ്പം നമുക്ക് പറയാം നെഗറ്റീവ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുമ്പോൾ, നമുക്കിപ്പോൾ ഓപ്പറേഷൻ വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം വന്നു, ഇങ്ങനെയുള്ള സമയത്തും നമ്മൾ അതിനോടും അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ നന്ദി പറയണം. അല്ലെങ്കിൽ നന്ദിയോടുകൂടി നമ്മൾ ജീവിച്ചാൽ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ആ വേദന, ആ വിഷമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് വരുമ്പോഴേക്കും നമ്മൾ ഒരുപക്ഷെ നമ്മൾ കരുതും ആരെങ്കിലും നമ്മളോട് അനീതി കാണിച്ചു അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇങ്ങനെയുള്ള സമയത്ത് അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നത് അത് ഒരിക്കലും നന്ദിയുടെ ഒരു ഭാഗമല്ല, അത് നന്ദിയല്ല. ദെൻ അടുത്തത് നോട്ട് ഒബ്ലിഗേഷൻ. ഓക്കെ, ഫോഴ്സ് ടു താങ്ക്ഫുൾനെസ്. അങ്ങനെയാണ് പലപ്പോഴും ഇതൊരു വേറൊരു രീതിയിൽ നമ്മൾ കാണുന്നതാണ്. ഒന്നാമത് അവരെ പൊക്കി പറയുക, അവരെ വലിയ 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 ആൾക്കാരായിട്ട് കാണുക. അതുപോലെ തന്നെ ഇന്നയാൾ ഇത് ചെയ്തില്ലെങ്കിൽ, പലപ്പോഴും ഞാനത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളുണ്ട്, അത് ഒരു നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരാളല്ല, വേറൊരു രാജ്യത്തെ ആളുടെ ചുറ്റുമൊക്കെ ഇരുന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയുകയാണ്, ഓ യു ആർ ഗ്രേറ്റ്, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഒരു രാജഭക്തി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു ഒബ്ലിഗേഷൻ പോലെ. അത് കേൾക്കുമ്പോഴേക്കും ഇയാൾക്ക് എന്തോ വലിയ ആളാണെന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തൊപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ. അപ്പൊ അതുകൊണ്ട് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ കാണിക്കുക, പറയുക, നമ്മുടെ ഒരു നിലപാട് നമ്മൾ വിട്ടിട്ട്, നമുക്കൊരു നിലപാടുണ്ട്, നമ്മൾക്ക് നന്ദിയുള്ള ഹൃദയമാണെങ്കിൽ തന്നെ അതിന്റെ ആ നിലപാട് വിട്ട് വേറൊരുത്തനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതും നന്ദിയുടെ ഒരു പ്രകടനമല്ല. ഇറ്റ് ഇസ് നോട്ട് എ കമ്പാരിസൺ. അടുത്തത്, അതായത് ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ജഡ്ജ്മെന്റ്, നമുക്ക് ഒരു കാര്യം നമ്മൾ എന്താണ് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എ ബെറ്റർ ദാൻ ഹീം ഓർ ഷീ ഓർ വാട്ട് എവർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വന്നിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നതും ഒരു കമ്പയർ ചെയ്ത് എനിക്കത് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ നമ്മളുടെ നന്ദി പ്രകടനങ്ങളിൽ നമ്മൾ കാണിക്കുന്നത് എനിക്കത് കിട്ടി അല്ലെങ്കിൽ എനിക്ക് മറ്റോ ആളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ള ആ രീതിയിലുള്ള കമ്പാരിസണും ഒരു നന്ദി പ്രകടനമല്ല യഥാർത്ഥത്തിലുള്ളത്. ദെൻ അടുത്തത് ട്രാൻസാക്ഷണൽ എന്ന് പറയും. അതായത് ട്രൂ ഗ്രാറ്റിറ്റ്യൂഡ് എക്സിസ്റ്റ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻ ഓർ ഓഫ് റിട്ടേൺ. അതായത് നമുക്ക് കിട്ടാത്ത, അതായത് നമ്മൾക്ക് തന്നു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ആ ഒരു രീതിയിലുള്ള നന്ദി പ്രകടനങ്ങൾ, അപ്പൊ അവരോട് നമ്മൾ കൂടുതൽ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും കിട്ടുമെന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്ദി പ്രകടനമല്ല. ദെൻ ഇനി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ പ്രകടിപ്പിക്കുന്നതിന് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമുക്കറിയാം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചുറ്റുമൊക്കെ നടക്കുന്ന വിചാരങ്ങളെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ഒന്നാണ്. മൈൻഡ്ഫുൾ നോട്ടീസിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നോട്ടീസ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്, വികാരം എന്താണ്, വിചാരം എന്താണ്, നമ്മളുടെ പരിസ്ഥിതിയിൽ നടക്കുന്ന എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നോട്ടീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വാല്യൂവിങ് എന്നാണ്. ഒന്ന്, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ വില കൊടുക്കുകയാണ്. നമ്മൾ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ളത് എന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മളുടെ ആ അവയർനെസ്സിൽ, നമ്മളുടെ ആ പെർസെപ്ഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ആ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ഒന്ന് നോട്ടീസിങ് ആണെങ്കിൽ അടുത്തത് വാല്യൂ, നമ്മൾ അതിന് വില കൽപ്പിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അഫർമേഷൻ ഓഫ് ഗുഡ്നെസ്, നമുക്ക് കിട്ടിയ നന്മകളെ കുറിച്ചുള്ള അഫർമേഷൻ പ്ലസ് റെക്കഗ്നീഷൻ ഓഫ് സോഴ്സസ്, എവിടുന്ന് കിട്ടി എന്നുള്ളതും കൂടി കഴിയുമ്പോഴാണ്
അത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറുന്നത്. ദെൻ അടുത്തത് ഇന്നത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് ഇത് പറഞ്ഞ് നമ്മൾ ശീലമായി പോയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, സോറി. നമുക്ക് ചുറ്റുമുള്ളതിനോട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോടാകാം മറ്റു കാര്യങ്ങളോടുള്ള നമ്മളുടെ അതിൻ്റെ ഫൗണ്ടേഷൻസ് എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ് വിത്ത് അവെയർനെസ്. ഒന്നാമത്തേത് നമ്മൾ അവെയർ ആകുക. നമുക്കിപ്പോൾ ഇന്നലെ ലഭിച്ചതാകാം, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകാം, അത് എന്തുമാകട്ടെ, ഇൻ അറ്റൻഷനിലാണ്. അതായത് റൂട്ടഡ് ഇൻ അറ്റൻഷൻ. ഇറ്റ് ഈസ് നോട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ അറിയുന്നു, അവെയർനെസ്, നോയിങ്, പെർസെപ്ഷൻ, അതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒന്നാണ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. പക്ഷെ ആറ്റിറ്റ്യൂഡിനേക്കാൾ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനേക്കാൾ കുറെ കൂടി മാഹാത്മ്യമേറിയത് എന്താണ്, അറ്റൻഷനാണ്. നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അറിയുന്നു, അംഗീകരിക്കുന്നു, അതിന് നമ്മൾ വില കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ലഭിക്കുന്നത് എന്താണ്, നമ്മൾ അറിയാത്ത രീതിയിലാണ് നമുക്ക് വരുന്നത്. വ്യക്തിബന്ധങ്ങളിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന നല്ല ശുദ്ധവായു അല്ലെങ്കിൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് അതുപോലെയുള്ള എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്നത്. അതെല്ലാം സൈലന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെല്ലാം സൈലന്റ് ആണ്, ഇൻവിസിബിൾ ആണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതും നമ്മളുടെ ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ്. ദെൻ അവെയർനെസ് ട്രാൻസ്ഫോംസ് ഓർഡിനറി ടു മീനിങ്. നമ്മൾ അറിയാത്തത്, നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നിനെ, അത് വളരെ നിസ്സാരമായ ഒന്നിനെയും അർത്ഥവത്താക്കുന്നതാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് വിത്ത് അവെയർനെസ്സിലൂടെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ദെൻ അടുത്തത് ക്രിയേറ്റിംഗ് എ സ്പേസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് റിക്വയർസ് സ്പേസ്, നോട്ട് സ്പീഡ്. നമുക്ക് ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യം. എന്തിനാണ് നമുക്ക് ഒരു സ്പേസ്, എ ബ്രേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയാം ഒരു ബ്രേക്ക് എന്ന് തന്നെ പറയാം, പോസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷം, മൈൻഡ്ഫുൾനെസ്സും അങ്ങനെയാണ്. നിമിഷങ്ങളെ നമ്മൾ അറിയുന്നു, അതിനുവേണ്ടി മൈൻഡ്ഫുൾ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് സ്പീഡ് വളരെ വേഗത്തിൽ പോകുന്ന ഒന്നല്ല നമുക്ക് വേണ്ടത്. നേരെ മറിച്ച് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യം, ഒരു ബ്രേക്ക് ആണ് നമുക്ക് ആവശ്യം ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട്. പോസിങ് ഇന്ററപ്റ്റ്സ് ഓട്ടോമാറ്റിക് തിങ്കിങ്. പെട്ടെന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ അങ്ങനെയല്ലേ, ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് തിങ്കിങ് പാറ്റേൺസിൽ നിന്ന്, ഓട്ടോമാറ്റിക് റിയാക്ഷൻസിൽ നിന്ന് നമ്മൾ മാറി ഒരു നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ നിമിഷങ്ങളെ നമ്മൾ അതിൻ്റെ ദൈർഘ്യം കൂട്ടുന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ വർദ്ധിക്കുന്നത് എന്ന് പറയുന്നത്. പോസിങ് ഇന്ററപ്റ്റ്സ് ഓട്ടോമാറ്റിക് തിങ്കിങ്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബ്രേക്ക് എടുക്കണം. ചിലപ്പം മേ ബി ഫ്യൂ സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ്, 1 മിനിറ്റ് ഓർ 5 മിനിറ്റ്സ്. അത് നമ്മളുടെ മെഡിറ്റേഷന്റെ ഭാഗം പോലെ തന്നെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ളത് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫൺ അപ്പിയേഴ്സ് ഇൻ ഗ്യാപ്പ് ബിറ്റ്വീൻ മൊമെന്റ്സ്. അത് നമ്മളുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പിന്നിലുള്ള നമ്മളുടെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം നമ്മൾ ഇതുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ നന്ദി നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തോട് മുഴുവനുമാണ്, വ്യക്തികളെക്കാൾ. അത് വ്യക്തികളും വരും അതിനകത്ത്. സോ അങ്ങനെയാണ് നമ്മളുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്യണം. വെറുതെ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ അത് ഷെയർ ചെയ്തതാണ്, നിങ്ങൾ വായിച്ചോന്ന് അറിയില്ല. ഞാൻ എഴുതുന്നതെല്ലാം നിങ്ങൾ വായിക്കണമെന്നില്ല. എന്നാലും ഞാൻ ഒരു ലേഖനം എഴുതി, അല്പം നീണ്ട ഒരു ലേഖനമായിരുന്നു. സാബു സാറിൻ്റെ കാണാം, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അതായത് കൃതജ്ഞതയാണ് പ്രാർത്ഥനയുടെ ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അവിടെ നമ്മളുടെ കൃതജ്ഞത, അപ്പൊ അതിനകത്ത് മൈസ്റ്റർ എക്കാർട്ട്, ഒരു ജർമ്മൻകാരനായിരുന്നു, അദ്ദേഹം വളരെ ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, അതായത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതം, നിങ്ങൾ നന്ദി 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മറ്റു പ്രാർത്ഥനകളെക്കാൾ വലിയ പ്രാർത്ഥന അതാണ് എന്ന്. അത്രയും ഇതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ദെൻ അടുത്തത് ബോഡി ആസ് ദി ഫസ്റ്റ് ടീച്ചർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ അടുത്ത ഫൗണ്ടേഷൻ ആണ് എന്താണ്, ബോഡി എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരമാണ് നമുക്ക്, കാരണം നമ്മളുടെ ടൈം ആൻഡ് സ്പേസിലാണ് നമ്മളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഉദാഹരണമായിട്ട് ബ്രീത്തിങ്,
അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, ബാലൻസ്, നമ്മൾ നടക്കുന്നതിന്റെ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നത്, എവറിഥിങ് ഈസ് എ കോണ്ടാക്ട് പോയിന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എടുക്കുകയോ വിടുകയോ ചെയ്യുന്നതാകാം, ഹാർട്ട് ബീറ്റിനെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഉദരം ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുന്നതിന്റെ ഇതെല്ലാം നമ്മൾക്ക് ഒരു കോണ്ടാക്ട് പോയിന്റ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവയർനെസ് തരുന്ന കോണ്ടാക്ട് പോയിന്റുകളായിട്ട് നമുക്ക് നമ്മളുടെ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മളുടെ കൂടുതൽ ആഴത്തിലാക്കുകയാണ് നമ്മളുടെ നന്ദി എന്ന് പറയുന്നത്. അതാണ് ബ്രെയിൻ ചെയ്യുന്നത്. ബ്രെയിനിന് എപ്പോഴെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത് കിട്ടുന്നുവോ, എന്തെങ്കിലും തോട്ട്സ് ആട്ടെ വാട്ടെവർ, അത് കിട്ടുന്ന സമയത്ത് അത് കൂടുതൽ, അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ന്യൂറോ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ശരീരത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാബിറ്റ്, നമുക്ക് നന്ദി പറയാനുള്ള ഒരു ഹാബിറ്റ് അവിടെ ചെയ്യുന്നു. അതുപോലെ ബോഡി ആങ്കേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ റിയാലിറ്റി. നമ്മളുടെ ആ ശരീരം കൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും നമ്മളുടെ നന്ദി പ്രകടനം നടത്തുന്നത്. ലെറ്റിംഗ് ഗോ ഓഫ് കമ്പാരിസൺ ആൻഡ് എക്സ്പെക്ടേഷൻ. അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. മറ്റുള്ള വ്യക്തികളുമായിട്ടായിരിക്കും. പ്രത്യേകിച്ച് അപ്വേർഡ് ആയിട്ടുള്ള കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അപ്രിസിയേഷനെ അത് മന്ദീഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒബ്സ്ക്യൂർ ചെയ്യുന്നു എന്ന് പറയാം. അതിനെ മയക്കിക്കളയുന്നു, അല്ലെങ്കിൽ അതിന്റെ ആ വാല്യൂ, അതിന്റെ ആ ഇത് നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ കുറവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമ്മളെ നമുക്ക് തോന്നാനും, കൂടുതൽ നമ്മൾക്ക് നേടണം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ സംതൃപ്തി ഇല്ലാതെ വരുന്നത് കൊണ്ട്, നമ്മൾക്ക് കൂടുതൽ കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കമ്പാരിസൺ വിടുക. അതുപോലെ തന്നെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളത് ഉണ്ടാകണം. അതേസമയം നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ആ കമ്പാരിസനെ മാറ്റി നമുക്ക് കൂടുതൽ സംതൃപ്തി, ഈ നിമിഷത്തിന്റെ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഇൻ ഡിഫിക്കൽറ്റി. മറ്റൊന്ന്, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ, വേദനകളിൽ, നമുക്ക് ഏത് തരത്തിലുള്ളതുമാകാം, ശാരീരികമാകാം, മാനസികമാകാം, വൈകാരികമാകാം, ഇങ്ങനെയുള്ള ആ ഒരു സമയത്തും അതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മുടെ കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആശ്വാസം നമുക്ക് നൽകും. കാരണം നമ്മുടെ പെയിനെ നമ്മൾ മറികടക്കുന്നില്ല, അല്ലെങ്കിൽ മറികടക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. സോറോ ആൻഡ് അപ്രിസിയേഷൻ, ഡിഫിക്കൽറ്റി ആൻഡ് സപ്പോർട്ട്, ഇതൊക്കെ നമ്മളെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് കിട്ടേണ്ട ആ ആശ്വാസം ഉണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ആ തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ വേദനകളിൽ നമ്മൾ ചെയ്യുന്നു. അതുപോലെ മറ്റൊന്ന് ഉള്ളത് ഗ്രേറ്റ്ഫുൾ ഫോർ സഫറിങ് എന്ന് പറയുന്നത്. ആ സഫറിങ്ങിലുള്ള നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, നമുക്ക് കൂടുതൽ ധൈര്യം, അതുപോലെ നമുക്ക് കൂടുതൽ കരുണ, അതുപോലെ തന്നെ പഠിക്കാനുള്ള ഈ അനുഭവങ്ങളെ ബേസ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോട് തന്നെയും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയോടുള്ള നമ്മുടെ കമ്പാനിയൻഷിപ്പ്, അതുപോലെല്ലാം കൂടുതലായിട്ട് നമ്മളിൽ വളർത്താൻ നമുക്ക് സാധിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ആസ് റെക്കഗ്നീഷൻ, ദി കോഗ്നിറ്റീവ് ലെയറിലേക്ക് വരികയാണ്. കൂടുതൽ നമ്മൾ കോഗ്നിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വൈജ്ഞാനികമായിട്ട് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ള അക്നോളജിങ് ദി ഗിഫ്റ്റ്. നമുക്ക് കിട്ടുന്ന അതിനെ നമ്മൾ ആ സന്തോഷത്തെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ, ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ അത് മീനിങ് ഫുൾ ആക്കി മാറ്റുന്നു നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നുള്ളത് മൈൻഡ്ഫുൾ അവെയർനെസ്, നോട്ടീസിങ് വാട്ട് ഈസ് ഓൾറെഡി പ്രസന്റ് റാദർ ദാൻ വാട്ട് ഈസ് മിസ്സിങ്. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച്, പണമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ പേരാണ്, പെരുമയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കില്ലാത്തതിനേക്കാൾ മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മൾ ഉള്ളതിൽ നമ്മൾ സന്തോഷിക്കുന്നു. ദിസ് ഈസ് ഇനഫ് എന്ന് പറയാണ്. ഇനഫ് എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്കേഴ്സിറ്റി, നമ്മളുടെ ആ ദാരിദ്ര്യം, അല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മയിൽ നിന്നുള്ള അതിനെ നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. ദെൻ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് അക്നോളജ്മെന്റ് ഓഫ് ദി സോഴ്സ്. നമുക്ക് റിലേഷണൽ ലെയർ എന്ന് പറയും. അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടി, അതുപോലെ തന്നെ നമ്മൾ ആ ഇന്റർ കണക്റ്റഡ്നെസ്. ഇപ്പം കൂടുതൽ മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്ത്
പല സൈക്കോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്റർ ബീയിങ് എന്ന് പറയും. നമ്മളെല്ലാം ആ ബീയിങ്, നമ്മളായിരിക്കുന്ന അത് ഇന്റർ ബീയിങ് ആണ്, അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഞാൻ ഇതേക്കുറിച്ച് ഇതിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, അതായത് നമ്മളുടെ ശരീരം എന്തുമാത്രം ഇന്റർ കണക്റ്റഡ് ആണോ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയോടും ഈ യൂണിവേഴ്സിനോടും നമ്മൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമ്മൾക്ക് സെൽഫ് സഫീഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ഹമ്പിളായിട്ട് നമുക്ക് അത് അംഗീകരിക്കുന്നതാണ്. നമുക്കുള്ളതിൽ നമ്മൾ ഹമ്പിളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നതാണ് സെൽഫ് സഫീഷ്യൻസി എന്ന് പറയുന്നത്. ഇത്രയുമേ ഈ നേച്ചറിന് ഇത്രയും നമുക്ക് തരാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾക്കുള്ള എല്ലാം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അത് പ്രകൃതി നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്നു, ഈശ്വരൻ തരുന്നു എന്ന് പറയാം. അതിനെ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്ഥിതി. അതുപോലെ മൈൻഡ്ഫുൾ ഡീപ്പൻസ് പ്രസന്റ് മൊമെന്റ് അവയർനെസ് ആൻഡ് ഇന്റർ കണക്റ്റഡ്നെസ്. 2010 എനിക്ക് തോന്നുന്നു ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി, സുനാമി ഉണ്ടായി. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അന്ന് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ഇതിനെക്കുറിച്ച്, കാരണം ഞാൻ ജോലി ചെയ്തിരുന്നതും ഈ അറ്റോമിക് റിയാക്ടർ അതുപോലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ UN-ലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു. ആ സമയത്ത് അവിടെ നടന്ന ഒരു സംഭവം പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആയിരക്കണക്കിന് ജപ്പാൻകാർ അവിടെ വരുന്നുണ്ട്. നമ്മുടെ ആ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം, വസ്ത്രം, മറ്റതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ അവർക്ക് കൊടുത്തു. ഈ സമയത്ത് അവർക്ക് അവരുടെ ഇന്റർനാഷണൽ പ്രസ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്, ഫോട്ടോ സഹിതം. അവരെല്ലാവരും ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, ഭക്ഷണം മേടിക്കുന്നത്. അവർ ആ ഒരു ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം അവർ മേടിച്ചത്. അത് അല്ലെങ്കിൽ പുതപ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോഴേക്കും അവിടെ കാണുന്ന എല്ലാം പെറുക്കിയെടുത്ത് എല്ലാം എനിക്ക് വേണമെന്നുള്ള ആ ഒരു ഇത് വിട്ടിട്ട് അവർക്ക് ആവശ്യം, എനിക്ക് ഒരു പുതപ്പ് മതിയെങ്കിൽ ആ ഒരു പുതപ്പ്, ഒരു തലയിണ, മറ്റതുപോലെയുള്ളത്. അതാണ് ആ ഇന്റർ കണക്റ്റഡ്നെസ്സിന്റെ ആ ഒരു വലിയ ഒരു കോൺഷ്യസ്നെസ് അവരിൽ പ്രവർത്തിച്ചു. ഒരാളിലല്ല, ആ സമൂഹത്തിൽ മുഴുവനും. ഇനി അതേക്കുറിച്ച് ഞാൻ വേറൊരു കമന്റ് കൂടി ഞാൻ പറയാം. എന്റെ കമന്റ് അല്ല, അവരത് പ്രവർത്തിച്ചതിന്റെ പിന്നിലുള്ള ഒരു കാര്യം അവർ പറഞ്ഞത്, അവർക്കൊരു ബുദ്ധിസ്റ്റ് സംസ്കാരമുണ്ട്, ജാപ്പനീസിന് ബുദ്ധിസ്റ്റ് സംസ്കാരമുണ്ട്, അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളുക. ആ ഇന്റർ കണക്റ്റഡ്നെസ്, മറ്റുള്ളവരും വേണമെന്നുള്ള ആ ഒരു അംഗീകാരം കൊടുക്കാനുള്ള ആ ഒരു മനസ്ഥിതി. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ആസ് അപ്രിസിയേഷൻ, ദി അഫക്റ്റീവ് ഇമോഷണൽ ലെയർ, അതായത് നമ്മളുടെ മറ്റുള്ളവരിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മളുടെ വൈകാരികമായ തലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് നമ്മൾ ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ. ഹാർട്ട് സെന്റേഡ് എക്സ്പീരിയൻസ് എന്ന് പറയും. അതായത് ഹാർട്ട് സെന്റേഡ്, നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ഇതേക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നു, നമ്മളുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെക്കാൾ 60 ഇരട്ടി തരംഗങ്ങൾ നമ്മളുടെ ഹൃദയം, നമ്മൾ കൃതജ്ഞതയുള്ളവരാകുമ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ളത്. ഹാർട്ട് സെന്റേഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന്, അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി പറയണം. വെറുതെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഫ്ലാറ്ററി അതൊക്കെ നടത്തിയിട്ടല്ല നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്ദി പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ തരംഗം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവസ്പന്ദനം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന്, ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ പറയണം. അതാണ് ഏറ്റവും നമ്മളുടെ ആ നിലപാടിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ആ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ നമ്മൾ അനുഭവിക്കാൻ, സേവറിങ് മൈൻഡ്ഫുള്ളി, അത് നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ, നമുക്ക് ജീവിതത്തോടുള്ള ആ ബന്ധം, അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അത് നമ്മളുടെ ഇമോഷണൽ, അതുപോലെ തന്നെ നമുക്ക് അഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമുക്ക് അനുഭവപ്പെടുന്നതിനെ കുറിച്ചുള്ള നമ്മളുടെ വൈകാരിക തലത്തിന്റെ ഒരു ഇതാണ്. ദാറ്റ് മീൻസ് ഡീപ്പനിങ്, അതായത് നമ്മൾ കൂടുതലായിട്ട് ഹൃദയപൂർവ്വം നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹൗ ഗ്രാറ്റിറ്റ്യൂഡ് നാച്ചുറലി ജനറേറ്റ്സ് ജോയ്. നമ്മളിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമ്മൾ ഒരാളോട് പറയുന്ന ആ നന്ദി എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം തൊട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് സന്തോഷം തരും, കൂടുതൽ സംതൃപ്തി തരും, കൂടുതൽ സമാധാനം തരും, സന്തോഷം തരും. അങ്ങനെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ ഹൃദയം തൊട്ട് നമ്മൾ നന്ദി പറയുമ്പോഴാണ്. ദെൻ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് പെർസ്പെക്റ്റീവ്, ദി ഫിലോസോഫിക്കൽ ലെയർ എന്ന് പറയാം. അതായത് വേൾഡ് വ്യൂ. ഇപ്പം ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അതായത്
നമ്മൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് എൻറ്റൈറ്റിൽമെന്റ് ടു ഗിഫ്റ്റ് ആണ്. നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ നമുക്ക് തരുന്നത് നമ്മളുടെ എൻറ്റൈറ്റിൽമെന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്ത് വേണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മൾ റേഷൻ കാർഡ്, നിങ്ങൾക്ക് എന്ത് റേഷനാണ് വേണ്ടത് എന്നുള്ളത് ഒരു എൻറ്റൈറ്റിൽമെന്റ് ആയിട്ടാണ്, അല്ലെ സാലറി, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമ്മളുടെ ആ വേൾഡ് വ്യൂ ഷിഫ്റ്റ്, നമ്മൾക്ക് ആ ഇന്റർ കണക്റ്റഡ്നെസ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അത് അധികം പറയുന്നില്ല. ഹോൾഡിങ് ഡിഫിക്കൽറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് സൈമിൾട്ടേനിയസ്ലി, നമുക്കതിങ്ങനെ കൂടുതലായിട്ട് നമ്മളുടെ ആ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം കൂടുതൽ നന്ദിപൂർവ്വം നമുക്ക് പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ദി ബിഹേവിയർ ലെയർ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്. അതൊരു ഒരു അടുത്ത വരുന്ന 10 ക്ലാസ്സുകളിൽ ഞാൻ അതേക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയും. ദാറ്റ് മീൻസ് ആൻ ഇമോഷൻ ടു ഹാബിറ്റ്. നമ്മളൊരു ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അത് എഴുന്നേറ്റ് കഴിയുമ്പോൾ നന്ദി പറയാനുള്ള ആ ഒരു ഇത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒരു പുതിയ ഒരു ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, ശരീരം എന്ന് പറയുന്ന ആ ടീച്ചർ നമ്മളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്ദി പറയാനുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ആസ് എ ഡിസിപ്ലിൻ, ഇത് നമ്മൾക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ, ഇപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. എ റിച്വൽ ആൻഡ് റൊട്ടീൻ ക്രിയേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ദാറ്റ് സപ്പോർട്ട് ഗ്രേറ്റ്ഫുൾ ലിവിങ്, പെയറിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് എക്സിസ്റ്റിംഗ് ഡെയിലി ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ചുള്ള വീണ്ടും ഒരു പരസ്യമാണ്. നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേടിക്കാൻ ഇനിയും താല്പര്യമുള്ളവർക്ക് 2 പുസ്തകങ്ങളുണ്ട്. ധൃതമന്ത്രണങ്ങൾ, അതുപോലെ തന്നെ ആന്തരിക മൗനം. ഇത് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരുപക്ഷെ കാണാമായിരിക്കാം. 700 രൂപ വിലയുള്ളത് 450 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണ്. ഓക്കെ, താങ്ക് യു. And I thank you very much for your presence. And നമുക്ക് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ സാർ, താങ്ക് യു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ചോദിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. തുടർച്ചയായിട്ട് സാറ് വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഭവമാണ്. അത് നൽകാതെ വരുമ്പോൾ, ഹൃദയത്തിൽ അത് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുള്ള ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നന്ദി കൃത്യമായി പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ സംശയം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് ശേഷം സംസാരിക്കാം. മെഡിറ്റേഷൻ ഇപ്പോൾ സാർ. ഓക്കെ, താങ്ക് യു. സാറേ, ഇത് കേൾക്കാമോ എന്നൊന്ന് പറയണേ. കേൾക്കാം സാറേ, കേൾക്കാം അല്ലേ? ഓക്കെ, നമ്മൾ തുടങ്ങാണ്. ഓക്കെ, റെഡി. അല്ല സാർ, അൺമ്യൂട്ട് ആയിട്ടുണ്ടേ. സാർ അത് മ്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക്
സ്ഥലവും ഇരിപ്പിടവും നിങ്ങൾ തിരഞ്ഞെടുത്തു കരുതുന്നു. അടുത്തതായി നമ്മുടെ മനോഭാവങ്ങളിൽ അല്പ വ്യത്യാസം വരുത്താം. ഇവിടെ നിങ്ങൾ ഒന്നും നേടുവാനായി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് തന്നെ പറയുക, എത്തിച്ചേരാനൊരു അവസ്ഥയോ ഇടമോ ഇല്ല. അതിനാൽ ഒരു സമർപ്പണം, പൂർണ്ണമായ ശാരീരികവും മാനസികവുമായ ഒരു സമർപ്പണം ഈ വരുന്ന നിമിഷങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ആദ്യമായി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശ്വാസത്തിന്റെ ഗതിയിൽ നിങ്ങൾ മാറ്റം വരുത്തുവാൻ ശ്രദ്ധിക്കേണ്ട. ഇവിടെ ഒന്നും നിയന്ത്രിക്കുവാനും നിങ്ങൾ ഒരു ശ്രമവും നടത്തരുത്. ശ്വാസത്തിന്റെ ആ താളരേഖകൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ശ്വാസം നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം അനുഭവിക്കുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളുടെ രന്ധ്രങ്ങളുടെ അഗ്രത്ത് അല്ലെങ്കിൽ നെഞ്ചില് അല്ലെങ്കിൽ ഉദരത്തിൽ എവിടെയെങ്കിലും ശ്വാസത്തിന്റെ ചലനം കൂടുതലായി അനുഭവപ്പെടുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ മനസ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് സാധാരണമാണെന്ന് അംഗീകരിക്കുക. എപ്പോൾ നിങ്ങളുടെ മനസ്സ് അറിഞ്ഞു തിരിയുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു, അപ്പോൾ വീണ്ടും വിധിയില്ലാതെ കരുണയോടെ തിരികെ വരിക. ശ്വാസോച്ഛ്വാസത്തിൽ വീണ്ടും ശ്രദ്ധിക്കുക. പൂർണ്ണമായി അതിനെ അനുഭവിക്കുക. ശാന്തമായി ശ്വസിക്കുക. സൗമ്യമായി ഈ നിമിഷത്തിൽ ലയിക്കുക. ഇനി അല്പസമയത്തേക്ക് നമ്മളുടെ ശാരീരികമായ ആ അവബോധം ഉള്ളവരാവുക. അതിനെ കുറെ കൂടി വിശാലമാക്കുക. നിങ്ങളുടെ ശിരസ്, നെറ്റിത്തട, തോളുകൾ, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ പോയിന്റുകൾ, നിങ്ങളുടെ പാദങ്ങൾ തറയിൽ ഊന്നിയിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണമായ ശാരീരികമായിട്ടുള്ള
നിങ്ങളുടെ മനസ്സിൽ സുസ്ഥിരമാകട്ടെ. അവധാനപൂർവ്വം ഈ നിമിഷത്തിൽ നമ്മൾ സന്നിഹിതരായിരിക്കും. കൃതജ്ഞതയോടെ നമ്മൾ എല്ലാം അംഗീകരിക്കും. സംതൃപ്തിയോടെ നമ്മൾ അടുത്ത നിമിഷത്തിലേക്ക് കടക്കും. സന്തോഷം ഒരാവേശമല്ലാതെ നമ്മുടെ മനസ്സിൽ നിറയട്ടെ. കൃതജ്ഞതയും സംതൃപ്തിയും ശാന്തമായ ഒരു സ്ഥിരതയാകട്ടെ എന്ന് മനസ്സിലാക്കി. ജീവിതത്തിന്റെ വേഗത, വലിയ പദ്ധതികൾ, ഇവയെല്ലാം ഉപേക്ഷിച്ച് ശാന്തമായ ഈ നിമിഷത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സംതൃപ്തമായ ഈ നിമിഷത്തിൽ നമുക്ക് സന്നിഹിതരാകാം. വസിക്കുക. നിങ്ങളുടെ അവബോധം വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളിരിക്കുന്ന മുറിയെക്കുറിച്ചും നിങ്ങളുടെ പരിസരത്തെക്കുറിച്ചുമുള്ള അവബോധം ശാന്തമായി വിശ്രമിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും പൂർണ്ണമായ അവബോധത്തോടെ ശാന്തമായി ശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയഭാഗത്ത് നിങ്ങളുടെ വലത് കൈ നിങ്ങൾ ഇപ്രകാരം ഏറ്റുപറയുക: നന്ദി, എല്ലാറ്റിനും നന്ദി, എല്ലാവരോടും നന്ദി, നന്ദി. Okay, good evening again.
അവസാനമുണ്ടോ? ഞാൻ പറയുന്നത് ജോർജ് സാറേ പറഞ്ഞോളൂ. താങ്ക് യു സാർ. ആനന്ദ് സാറേ, ഒത്തിരി 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 ഓർമ്മപ്പെടുത്തലുകൾ, ഒത്തിരി അറിവുകളാണ് ഇന്നും പറഞ്ഞു തന്നത്. എന്നും ലഭിക്കുന്നത് പോലെ തന്നെ ഇന്നും നിറവുള്ള ഒരു സദ്യ തന്നെയായിരുന്നു. നന്നായിരിക്കുന്നു. സാറേ, ഈ ചില ആളുകൾക്ക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ നമ്മളൊരു നല്ല വാക്ക് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മനസ്സില്ലാതെ പോകുന്ന ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് സാറേ? അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കുമോ? അവരുടെ ആ മെന്റൽ പാറ്റേൺ അങ്ങനെ ആക്കി തീർത്തുകൊണ്ടാണോ? എന്തായിരിക്കും അതിന് കാരണം? ആ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിന് പല നമ്മൾ കാരണങ്ങളുണ്ട്. എത്ര ആത്മാർത്ഥതയോടെ പറഞ്ഞാലും അത് അങ്ങനെ സ്വീകരിക്കില്ല. മറിച്ച് എന്തോ ഒരു തോന്നൽ പോലെയാണോ എന്ന് തോന്നിപ്പോകും. സാറ് ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ സാറ് ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളോ? അല്ല, ഞാൻ അത് തന്നെ സാറിനോട് ചോദിക്കും, ആ, അതെന്തായിരിക്കും അത്? ഓക്കെ സാറേ, അതിന് അനേക കാരണങ്ങളുണ്ട്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾ അംഗീകരിച്ച് കാണിയില്ല, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും മറ്റുള്ളവരെ. പല പല കാരണങ്ങളുണ്ട്. അംഗീകരിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു കുടുംബ സാഹചര്യത്തിലായിരിക്കും അവർ വളർന്നു വന്നിട്ടുള്ളത്. ഇതൊരു വളരെ എന്താണ്, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഡിസ്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് തന്നെ ഒരു ടോക്ക് കൊടുക്കേണ്ട ഒരു വിഷയമാണ് സാർ ഇപ്പൊ എന്നോട് ചോദിച്ചത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിച്ചാൽ അല്ലെങ്കിൽ നന്ദി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞേ, ഇത് എൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ പേരിന് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് മറ്റുള്ളവർ, ഇപ്പം നമ്മൾ ഒരാളെ അംഗീകരിച്ച് പറയുമ്പോഴേക്കും ഉണ്ടാകുന്ന അതുണ്ടല്ലോ, ആ അസൂയയുടേതായ ആ ഒരു ലോകം ഒരുപക്ഷെ അവർക്കത് പുറത്തു വരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വളർത്തലിന്റെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, താങ്ക് യു സാർ. അതെ, നമ്മള് ഈ നന്ദിയുടെ മനസ്സ് പ്രകൃതിയിലേന്ന് നമ്മള് രാവിലെ ഉണരാൻ കഴിയുന്നത് തന്നെ എത്ര ഭാഗ്യം. എത്രയോ പേര് ഉറക്കം ഉണരാതെ തീർന്നു പോയി. അവിടെ മുതല് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ എല്ലാത്തിനും എല്ലാ വിധത്തിലും പ്രകൃതിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നിറവോടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സർവേശ്വരനെ, പ്രകൃതിയെ സ്തുതിക്കാൻ നന്ദിയുള്ളവരായിരിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിച്ചുകൊണ്ട് നിർത്തുക സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാറേ, കുട്ടിക്കാലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ശരിക്കുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് അതല്ലേ? പ്രായമായി കഴിഞ്ഞാൽ ചില പ്രത്യേക തീർച്ചയായിട്ടും കൂടുതലും കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്നതാണ്. അന്ന് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ വലുതായി കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡിന് തലത്തിൽ പോകും. അതിനുശേഷം അതേപോലെ തന്നെ അത് റിവർബറേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, റോയ് സർ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു മനോഭാവം എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ സാറിപ്പോ ഇന്ന് അടുത്ത ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാകാം. ഞാൻ ഓരോ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക, നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ക്ഷമിക്കണം എന്ന് പറയുന്നതും അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമല്ലേ സാർ? അതിന് ക്ഷമ ചോദിക്കുക അല്ലേ? അതെ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പോ അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമല്ലേ സാർ? നമുക്കതിനെ ഒരു നന്ദിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ആണത്. അതെ, നമ്മുടെ കാരണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് നമ്മുടെ ഈ ഭാഗം കൊണ്ടാണല്ലോ എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മാർത്ഥമായ ഇതാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ എമോഷനും കൺട്രോളബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സാർ പറഞ്ഞ പോലെ നമ്മുടെ ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ നമ്മൾ ചെയ്താല്
അങ്ങേരുടെ അദ്ദേഹം ഇപ്പൊ നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുടെ ഒരു എമോഷൻ എന്ന് പറയുന്നത് ഒരു ദേഷ്യഭാവമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കുമ്പോൾ അങ്ങേരിലും അതൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലാവുന്നു. അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇത് സാധാരണ നന്ദി പറയുക, അതൊരു പ്രൊഫഷണൽ ഇതുപോലെയൊക്കെ പോവുകയാണെങ്കിലും അതൊരു എൻജോയബിൾ ആയി വരുന്നത് പ്രായോഗിക ജീവിതത്തിൽ സാറ് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് വരണം. അവിടെ അത് ശരിക്കും അതൊരു രണ്ടുപേർക്കും വളരെയധികം ഇത് കിട്ടുന്ന ഒരു സംഗതി. വളരെ സ്ട്രെസ്സുള്ള സമയത്തും അത് റിലീവ് ചെയ്യുന്നതിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല അതിനെക്കുറിച്ച്. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ ഓരോ സമയത്തും വരുന്നതിന് വ്യത്യസ്തമായ എക്സാമ്പിൾസ് ആയിരുന്നു സാർ പറഞ്ഞിട്ട് അത് കൂടുതൽ എൻജോയബിൾ ആയി മാത്രമല്ല അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാറേ, ഈ കേരളത്തെ കുറിച്ച് പറയുമ്പോഴേ കോട്ടയത്ത് നിന്ന് വടക്കോട്ടുള്ളവർക്കൊക്കെ പൊതുവെ നന്ദി കുറവാന്ന് പറയും. കോട്ടയത്ത് നിന്ന് തെക്കോട്ടുള്ളവർക്കൊക്കെ പൊതുവെ നന്ദി. ഞാൻ കോട്ടയത്തുകാരൻ, എനിക്കത് പറയാൻ നടുക്കണമല്ലോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. സാറേ, വേറൊരു കാര്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് വിദേശികൾ, ഇപ്പൊ സാറിന് അറിയാലോ, സാർ വിദേശത്താണല്ലോ, വിദേശികൾ ഈ താങ്ക്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അവരെപ്പോഴും പറയും എന്തിനും എല്ലാത്തിനും വേണ്ടതിനും ഒക്കെ താങ്ക്സ് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ താങ്ക്സ് പറയുന്നതിന് എണ്ണം വളരെ വളരെ കൂടുതലായി. സത്യത്തിൽ അറിഞ്ഞു പറയുന്നതാണോ അതോ റിയലി ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാർട്ടാണോ? സാറിന്റെ ഒരു ഫീൽ എന്താണ്? എന്റെ അഭിപ്രായത്തില് അവർക്ക് അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, വിദേശികൾ. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്ന ഇവിടെ അങ്ങനെ ഒരു കുറച്ചുകൂടി അത് അംഗീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ആ ഒരാൾ നമ്മൾ ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഒരു നന്ദി പറയണം, അല്ലെങ്കിൽ അംഗീകരിക്കും, മറ്റുള്ളവരെ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു മനോഭാവമുണ്ട്. പിന്നെ വേറെ ചില ആളുകൾ പറയുന്നത് അത് മുഴുവനും ആയിരിക്കണമെന്നുമില്ല. കാരണം വിദേശത്തെന്ന് പറയുമ്പോഴത്തേക്കും യു ആർ വണ്ടർഫുൾ, ഓ യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോളുക അവൻ കത്തി വെക്കാനായി അവന്റെ കയ്യിൽ പുറകിലൊരു കത്തി പിടിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തോളുക. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, കൂടുതൽ ഞാൻ പറയുന്നില്ല. അങ്ങനെയും ഒരു തിരിച്ചറിവ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടുള്ള അനുഭവം കൊണ്ടാണ് പറയുന്നത്. യു ആർ വണ്ടർഫുൾ, യു ആർ ഡൂയിങ് വെൽ, യാ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് അവരത്ര ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് സത്യ റിയാലിറ്റി ആണോ നമുക്കറിയില്ല. അങ്ങനെ മലയാളികളെ കുറിച്ചല്ല പറയുന്നത്, മലയാളികള് പറയുന്നത് നമുക്കറിയാം, വിദേശ പാശ്ചാത്യ സംസ്കാരത്തെ പറ്റി. പക്ഷെ പൊതുവെ നമ്മളെക്കാൾ കൂടുതൽ അവര് നന്ദി പറയാറുണ്ട്. ഇപ്പം പറയാറുണ്ട്. അങ്ങനെ ഒരു ശീലം അവർക്കുണ്ട്, ഒരു ഇത്. പിന്നെ ഇപ്പം എന്തുമാത്രം ഈ ഞാൻ പറഞ്ഞ പോലെ ഹൃദയത്തിൽ തട്ടിയാണെന്നൊക്കെ എനിക്കറിയില്ല. ഓക്കെ, രാജു സാർ ഉണ്ടോ? കുഞ്ഞായി മാസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ നന്ദിയുടെ ഭാഗമായിട്ട്? ഇല്ല. ഓക്കെ, അപ്പൊ ആന്റണി സാർ താങ്ക് യു. അടുത്ത പ്രാവശ്യമൊക്കെ നന്ദിയുടെ കണ്ടിന്യൂഷൻ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്ത ആഴ്ച, അടുത്ത മാസം വരുമ്പോഴത്തേക്ക് നമുക്ക് മഴ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ.